2025-26 അധ്യയന വർഷത്തെ GLP നടുവക്കാട് സ്കൂളിന്റെ വാർഷിക റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. 2025 ജൂൺ 2 തിങ്കളാഴ്ച സ്കൂൾ പ്രവേശനോത്സവ പരിപാടികൾ വളരെ ഭംഗിയായി നടന്നു. ജൂൺ 5 വ്യാഴാഴ്ച പെരുന്നാൾ ദിനാഘോഷ പരിപാടികൾ സ്കൂളിൽ നടന്നു. ജൂൺ 4 ബുധനാഴ്ച റോഡ് സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ ഉൾപ്പെട്ട ക്ലാസ് കുട്ടികൾക്ക് നൽകി. ജൂൺ 5 പരിസ്ഥിതി ദിന പ്രവർത്തനങ്ങൾ സ്കൂളിൽ നടന്നു. കൂടെ ഹരിതകർമ്മ സേനാംഗങ്ങളെ ആദരിക്കുന്ന ചടങ്ങും നടത്തി. എന്റെ മരം പദ്ധതിയുടെ ഭാഗമായി സ്കൂളിലെ എല്ലാ കുട്ടികളും ഓരോ വൃക്ഷത്തൈ നട്ടു. പരിസ്ഥിതി ദിന ക്വിസ് മത്സരം, പരിസ്ഥിതി ദിന പതിപ്പ് എന്നിവ നടത്തുകയുണ്ടായി. പരിസ്ഥിതി ദിന പതിപ്പ് അസംബ്ലിയിൽ സ്കൂൾ ലീഡർ പ്രകാശനം ചെയ്തു. പരിസ്ഥിതി ദിന ആഘോഷങ്ങൾ സ്കൂളിലെ 3ാം ക്ലാസ്സിലെ കുട്ടി കർഷകൻ നഷീദ് ഉദ്ഘാടനം നടത്തി. മാസ്റ്റർ നഷീദ് സ്കൂളിലേക്ക് ഒരു വൃക്ഷത്തൈ സംഭാവന ചെയ്യുകയും ചെയ്തു. ജൂൺ 17 ചൊവ്വാഴ്ച സ്കൂളിൽ എല്ലാ ക്ലാസുകളിലും CPTA യോഗം നടത്തി. വായനാ ദിനവുമായി ബന്ധപ്പെട്ട് ജൂൺ 19 മുതൽ ജൂലൈ 7 വരെ വായനാ ദിന പ്രവർത്തനങ്ങൾ നടത്തി. ജൂലൈ 5 ബഷീർ അനുസ്മരണ ദിന പ്രവർത്തനങ്ങൾ സ്കൂളിൽ നടത്തി. ബഷീർ കഥാപാത്രങ്ങളുടെ ദൃശ്യാവിഷ്കാരം കുട്ടികൾ നടത്തി. ബഷീർ എഴുത്തും ജീവിതവും ക്വിസ് മത്സരം, ബഷീർ ഡോക്യുമെന്ററി എന്നിവ സ്കൂളിൽ നടത്തുകയുണ്ടായി. ജൂലൈ 11 സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ നടത്തുകയുണ്ടായി. 4ാം ക്ലാസ്സിലെ കൊച്ചു കൂട്ടുകാരായ ഹിന സമീർ, നസൽ ഗഫൂർ, അദ്വൈത എന്നിവർ നോമിനേഷൻ സമർപ്പിച്ചു. ജനാധിപത്യ രീതിയിൽ നടന്ന ഇലക്ഷന് ശേഷം സ്കൂൾ ലീഡറായി ഹിന സമീർ തെരഞ്ഞെടുക്കപ്പെട്ടു. അതുപോലെ സ്കൂൾ ക്യാപ്റ്റനായി നസൽ ഗഫൂർ തെരഞ്ഞെടുക്കപ്പെട്ടു. ജൂലൈ 9 വിദ്യാരംഗം വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനം നടന്നു. മാസ്റ്റർ ഹലീം മുഹമ്മദ് വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനം നടത്തി. ലൈബ്രറി കൌൺസിൽ വായനാ മത്സരം, വിദ്യാരംഗം വാഗ്മയം, ഭാഷാ പ്രതിഭാ പരീക്ഷ എന്നിവ സ്കൂളിൽ നടത്തി. ജൂലൈ 21 ചാന്ദ്രദിനത്തോടനുബന്ധിച്ച് പ്രത്യേക ക്വിസ് മത്സരം, പ്രത്യേക പരിപാടികൾ, റോക്കറ്റ് നിർമ്മാണം തുടങ്ങിയ പരിപാടികൾ സ്കൂളിൽ നടത്തി. സ്കൂൾ തനതു പരിപാടിയുടെ ഭാഗമായി ജൂലൈ 31 മുതൽ മെഗാ പത്ര ക്വിസ് പരിപാടി ആരംഭിച്ചു. ജൂലൈ 27 PTA ജനറൽ ബോഡി യോഗം ചേർന്നു. പുതിയ PTA ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. 2025-26 അധ്യയന വർഷത്തെ പുതിയ സാരഥികൾ: ശ്രീ മുഹമ്മദ് കമാൽ ടി, PTA പ്രസിഡന്റ്; ശ്രീ അബ്ദുൽ ഗഫൂർ, SMC ചെയർമാൻ; ശ്രീ ഷിഹാബുദ്ദീൻ KP, PTA വൈസ് പ്രസിഡന്റ്; ശ്രീമതി നുസൈബ, MTA പ്രസിഡന്റ്; ശ്രീമതി നഷീദ ഷെരീഫ്, MTA വൈസ് പ്രസിഡന്റ് എന്നിവരെ തെരഞ്ഞെടുത്തു. സ്കൂൾ ജനറൽ ബോഡി യോഗത്തിൽ സ്കൂൾ അക്കാദമിക് മാസ്റ്റർ പ്ലാൻ പ്രകാശനവും നടത്തുകയുണ്ടായി. ജൂൺ മാസത്തിലെ മെഗാ പത്ര ക്വിസ് വിജയിയായി ഹിന സമീർ തെരഞ്ഞെടുക്കപ്പെട്ടു. ഓഗസ്റ്റ് 4 2025 സ്കൂൾ പ്രവൃത്തി പരിചയമേള നടത്തുകയുണ്ടായി. ഓഗസ്റ്റ് 6, ഓഗസ്റ്റ് 9 ഹിരോഷിമ നാഗസാക്കി ദിന പ്രവർത്തനങ്ങൾ, യുദ്ധവിരുദ്ധ റാലി എന്നിവ സ്കൂളിൽ നടത്തുകയുണ്ടായി. സ്കൂൾ ഇംഗ്ലീഷ് ക്ലബിന്റെ ഭാഗമായി ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം, 1 ഡേ 1 വേർഡ് പ്രോഗ്രാം നടത്തുകയുണ്ടായി. കൂടെ ഒരു ദിനം ഒരു അറിവ് പ്രവർത്തനങ്ങളും നടത്തിവരുന്നു. ഇംഗ്ലീഷ് ക്ലബിന്റെ ഭാഗമായി നടത്തിയ 1 ഡേ 1 വേർഡ് കോമ്പറ്റീഷനിൽ വിജയികളെ തെരഞ്ഞെടുക്കപ്പെട്ടു. 3ാം ക്ലാസ്സിലെ ഹിഫ ഫാത്തിമ, 4ാം ക്ലാസ്സിലെ നസൽ ഗഫൂർ, സയാൻ, അസാൻ എന്നിവർ വിജയികളായി. ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിന പരിപാടികൾ സമുചിതമായി സ്കൂളിൽ നടന്നു. സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട് പതാക ഉയർത്തൽ, പതിപ്പ് പ്രകാശനം, സ്വാതന്ത്ര്യദിന ക്വിസ് മത്സരം എന്നിവ നടത്തുകയുണ്ടായി. പ്രവർത്തനങ്ങളിൽ വിജയികളായവർക്ക് സമ്മാന വിതരണവും നടത്തി. സ്കൂൾ PTA, MTA, SMC, SST അംഗങ്ങൾ പരിപാടിയിൽ പങ്കെടുത്തു. പാദവാർഷിക പരീക്ഷയ്ക്ക് ശേഷം ഓഗസ്റ്റ് 26 ചൊവ്വ സ്കൂളിൽ ഓണാഘോഷ പരിപാടികൾ നടത്തി. മെഗാ പൂക്കളം, മെഗാ തിരുവാതിര, കസേരകളി തുടങ്ങിയ പരിപാടികൾ സ്കൂളിൽ നടന്നു. സ്കൂൾ PTA, MTA, SMC പ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ സ്കൂളിൽ ഇലക്ട്രിക് ബെൽ സ്പോൺസർ ചെയ്തു. അക്കാദമിക മികവുകൾ പരിഗണിച്ച് ഓരോ മാസ അവസാനവും എല്ലാ ക്ലാസ്സിലും അക്കാദമിക മികവുകൾ പുലർത്തിയവരെ തിരഞ്ഞെടുക്കുന്നു. സെപ്റ്റംബർ 16, 2025 സ്കൂൾ കലാമേള കലാസ്പന്ദനം നടത്തുകയുണ്ടായി.
ഓണാവധിക്ക് ശേഷം കുട്ടികൾ തയ്യാറാക്കി വന്ന എന്റെ ഓണക്കാലം അനുഭവക്കുറിപ്പ് തയ്യാറാക്കൽ മത്സരത്തിലെ വിജയിയായി 4ാം ക്ലാസ്സിലെ നസൽ ഗഫൂർ തിരഞ്ഞെടുക്കപ്പെട്ടു. സെപ്റ്റംബർ 11 വ്യാഴാഴ്ച CPTA യോഗം നടത്തി. അന്ന് രക്ഷകർത്താക്കൾക്ക് ഒരു ക്ലാസ് സംഘടിപ്പിക്കുകയുണ്ടായി. സ്കൂൾ സുരക്ഷയുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണ ക്ലാസ് CPO ശ്രീ സുബൈറുദ്ദീൻ സർ നടത്തുകയുണ്ടായി. രക്ഷകർത്താക്കൾക്കും കുട്ടികൾക്കും സ്കൂൾ സുരക്ഷയുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണ ക്ലാസ് ഏറെ പ്രയോജനപ്രദമായി. കലാസ്പന്ദനം സ്കൂൾ കലാമേള സെപ്റ്റംബർ 16 തീയതി വാർഡ് മെമ്പർ ശ്രീമതി സപ്ന സലാഹുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ PTA, MTA, SMC, SSG അംഗങ്ങൾ പങ്കെടുത്തു. സാമൂഹ്യശാസ്ത്ര ക്ലബിന്റെ ഭാഗമായി സാമൂഹ്യശാസ്ത്ര ക്വിസ് മത്സരം സ്കൂളിൽ നടത്തുകയുണ്ടായി. 4ാം ക്ലാസ്സിലെ ഹിന സമീർ, ഹിന മെഹറിൻ എന്നിവർ യഥാക്രമം 1, 2 സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. സ്കൂൾ സയൻസ് ക്ലബിന്റെ ഭാഗമായി സ്കൂളിൽ സയൻസ് ക്വിസ് മത്സരം നടത്തുകയുണ്ടായി. 3ാം ക്ലാസ്സിലെ സയാൻ, ഹിഫ ഫാത്തിമ എന്നിവർ യഥാക്രമം 1, 2 സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. സബ് ജില്ലാ ശാസ്ത്ര ക്യൂസിൽ നമ്മുടെ സ്കൂളിലെ 3ാം ക്ലാസ്സിലെ കുട്ടികളായ സയാൻ, ഹിഫ ഫാത്തിമ എന്നിവർ 2ാം സ്ഥാനം കരസ്ഥമാക്കി സ്കൂളിന്റെ പേര് വാനോളം ഉയർത്തി. കേരള സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമായി നിലമ്പൂർ ഉപജില്ല മമ്പാട് കരുളായി ക്ലസ്റ്റർ തല സ്ക്രീനിംഗ് മത്സരത്തിൽ നമ്മുടെ സ്കൂളിലെ കുട്ടികൾ മികവ് പുലർത്തി. സെപ്റ്റംബർ 29 തിങ്കൾ സ്കൂൾ കായികമേള ഒഡീസി മമ്പാട് ഫ്രണ്ട്സ് ഗ്രൗണ്ടിൽ വച്ച് നടക്കുകയുണ്ടായി. ഒക്ടോബർ 2 ഗാന്ധി ജയന്തി പ്രവർത്തനങ്ങൾ സ്കൂളിൽ നടന്നു. ഗാന്ധി ജയന്തിയുമായി ബന്ധപ്പെട്ട പതിപ്പ് പ്രകാശനം, ക്യൂസ് മത്സരം എന്നിവ നടത്തുകയുണ്ടായി. ഉപജില്ലാ സാമൂഹ്യശാസ്ത്ര ക്യൂസ് മത്സരത്തിൽ 4ാം ക്ലാസ്സിലെ ഹിന സമീർ A ഗ്രേഡും 5ാം സ്ഥാനവും കരസ്ഥമാക്കി. സ്കൂൾ തനത് പരിപാടിയുടെ ഭാഗമായി എല്ലാ മാസവും മെഗാ പത്ര ക്യൂസ് നടത്തി വിജയികളെ പ്രഖ്യാപിച്ചു. ഒക്ടോബർ 14 തീയതി മമ്പാട് MES കോളേജിലെ വെർച്വൽ കമ്മ്യൂണിക്കേഷൻ വിഭാഗം വിദ്യാർത്ഥികളുടെ സാന്നിധ്യത്തിൽ വെർച്വൽ സ്കൂബ എക്സിബിഷൻ നടത്തുകയുണ്ടായി. ഒക്ടോബർ 15 ലോക കൈകഴുകൽ ദിന പ്രവർത്തനങ്ങൾ സ്കൂളിൽ നടത്തി. കൈകഴുകലിന്റെ പ്രാധാന്യം, ശുചിത്വബോധം എന്നിവ കുട്ടികളെ ബോധ്യപ്പെടുത്തി. ഒക്ടോബർ 16 ലോക ഭക്ഷ്യദിന പ്രവർത്തനങ്ങൾ സ്കൂളിൽ നടത്തി. പോസ്റ്റർ രചന, പാചകക്കുറിപ്പ് മത്സരം എന്നിവ സ്കൂളിൽ നടത്തുകയുണ്ടായി. മെഗാ പത്രക്യൂസിന്റെ ഭാഗമായി ഒക്ടോബർ മാസത്തിലെ വിജയികളെ പ്രഖ്യാപിച്ചു. നവംബർ 1 കേരള പിറവി ദിന പ്രവർത്തനങ്ങൾ നടത്തി. കേരളം എത്ര സുന്ദരം പതിപ്പ് നിർമ്മാണം, NDA കേരളം ക്യൂസ് മത്സരം, കവിതാലാപനം തുടങ്ങിയവ പ്രവർത്തനങ്ങൾ നടത്തി. കേരള സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമായി നിലമ്പൂർ ഉപജില്ല കേരള സ്കൂൾ കലോത്സവം കടങ്കഥ മത്സരത്തിൽ നമ്മുടെ സ്കൂളിലെ 3ാം ക്ലാസ്സിലെ കൊച്ചുമിടുക്കൻ സയാൻ 1ാം സ്ഥാനം കരസ്ഥമാക്കി. അമീബിക് മസ്തിഷ്ക ജ്വരവുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണ ക്ലാസ് സ്കൂളിലെ എല്ലാ കുട്ടികൾക്കും നൽകുകയുണ്ടായി. നവംബർ 14 ശിശുദിന പ്രവർത്തനങ്ങൾ സ്കൂളിൽ നടത്തി. പ്രത്യേക അസംബ്ലി, ശിശുദിന പതിപ്പ് പ്രകാശനം, ചാച്ചാജി വേഷവിധാനം, നെഹ്റു തൊപ്പി നിർമ്മാണം തുടങ്ങിയ പ്രവർത്തനങ്ങൾ സ്കൂളിൽ നടത്തി. അന്നേ ദിവസം കുട്ടികൾക്കായി പായസ വിതരണവും നടത്തുകയുണ്ടായി. നെഹ്റു ക്യൂസ് മത്സരത്തിൽ 3ാം ക്ലാസ്സിലെ സയൻ, 4ാം ക്ലാസ്സിലെ നസൽ ഗഫൂർ, ഹിന സമീർ, റസീൻ എന്നിവർ വിജയികളായി. അർദ്ധവാർഷിക പരീക്ഷയ്ക്കു ശേഷം ഡിസംബർ 23 ചൊവ്വാഴ്ച സ്കൂളിൽ ക്രിസ്മസ് പരിപാടികൾ നടത്തുകയുണ്ടായി. ക്രിസ്മസ് ട്രീ ഒരുക്കൽ, പുൽക്കൂട് നിർമ്മാണം, പതിപ്പ് പ്രകാശനം എന്നിവ നടത്തുകയുണ്ടായി. ജനുവരി 26 റിപ്പബ്ലിക് ദിന പ്രവർത്തനങ്ങൾ സ്കൂളിൽ നടത്തി. പതാക ഉയർത്തൽ, പതിപ്പ് പ്രകാശനം, ക്യൂസ് മത്സരം എന്നിവ നടത്തുകയുണ്ടായി. ജനുവരി 27 ചൊവ്വാഴ്ച സ്നേഹം പദ്ധതിയുടെ സ്കൂൾ തല ഉദ്ഘാടനം നടത്തുകയുണ്ടായി. വാർഡ് മെമ്പർ ശ്രീ മുസ്തഫ സ്നേഹം പദ്ധതിയുടെ സ്കൂൾ തല ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ തനത് പരിപാടിയുടെ ഭാഗമായി ഫെബ്രുവരി 27, 2026 രക്ഷകർത്താക്കൾക്കുള്ള മെഗാ പത്രക്യൂസ് നടത്തുകയുണ്ടായി. രക്ഷകർത്താക്കൾക്കുള്ള മെഗാ പത്രക്യൂസിൽ ശ്രീമതി നുസൈബ, ശ്രീമതി ഖമറുനിസ, ശ്രീമതി നജ്ല, ശ്രീമതി നഷീദ, ശ്രീമതി റംഷിദ, ശ്രീമതി സാജിദ എന്നിവർ വിജയികളായി. ജനുവരി 29 ചൊവ്വാഴ്ച സ്കൂളിൽ ഹെൽത്തി ഫുഡ് ഹാബിറ്റ് ഡേ നടത്തുകയുണ്ടായി. ജനുവരി മാസ അവസാനം നടത്തിയ മെഗാ പത്രക്യൂസ് മത്സരത്തിൽ ഹിന സമീർ, നസൽ ഗഫൂർ, മുഹമ്മദ് റസീൻ എന്നിവർ വിജയികളായി. 2026-27 അധ്യയന വർഷത്തിലുള്ള അഡ്മിഷൻ ഫെസ്റ്റ് ഫെബ്രുവരി 5, 2026
വ്യാഴാഴ്ച സ്കൂളിൽ നടത്തുകയുണ്ടായി. മൊബൈൽ അഡിക്ഷനുമായി ബന്ധപ്പെട്ട ഒരു ബോധവൽക്കരണ ക്ലാസ് സ്കൂളിൽ നടക്കുകയുണ്ടായി. മൊബൈൽ ഉപയോഗത്തിന്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് CPO ശ്രീ വിവേക് സർ കുട്ടികൾക്ക് ക്ലാസുകൾ നൽകി. വിദ്യാരംഗം ക്ലബിന്റെ ഭാഗമായി സ്കൂളിൽ ഒരു കുട്ടിക്ക് ഒരു മാഗസിൻ പ്രകാശനം ചെയ്തു. 2025-26 അധ്യയന വർഷത്തിലെ സ്കൂൾ പഠനോത്സവം വളരെ ഭംഗിയായി സ്കൂളിൽ നടത്തി. അക്കാദമിക മികവുകളുടെ പ്രദർശനവും അവതരണവും സമൂഹത്തിനു മുൻപിൽ കുട്ടികൾ അവതരിപ്പിക്കുകയുണ്ടായി. മാർച്ച് 5 വ്യാഴാഴ്ച നടന്ന പഠനോത്സവത്തിൽ സ്കൂൾ PTA, MTA, SMC, SSG അംഗങ്ങൾ പങ്കെടുത്തു. വാർഡ് മെമ്പർ ശ്രീ മുസ്തഫ പഠനോത്സവ പരിപാടികൾ ഉദ്ഘാടനം നടത്തി.